ആമേൻ. വിസിബിൾ ആണോ? വിസിബിൾ. ഓക്കെ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കൂടാനും ദൈവം അനുവദിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം സഹായിച്ചു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ട്രൂ ഡിസൈപ്പിൾഷിപ്പ് ആണ്. നമ്മളത് ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യുവിൽ നിന്നാണ് പഠിക്കുന്നത്. കർത്താവിനെ പിന്തുടരുമ്പോൾ ഏറ്റവും യോഗ്യമാവണ്ണം പിന്തുടരാനും കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ പിന്തുടരാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് റിവ്യൂ ചെയ്യാം. ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യുവിൽ ഒത്തിരി സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവം നമുക്ക് പറഞ്ഞു തന്നത് അല്ലെങ്കിൽ എഴുതി തന്നത് ഈ സംഭവങ്ങളുടെ ഇടയിൽ കർത്താവിൻ്റെ ചില പ്രസംഗങ്ങളും കൂടെ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ പുസ്തകം ഗോഡ് എഴുതി തന്നത്. ആദ്യത്തെ sermon 5 തൊട്ട് 7 വരെ അധ്യായത്തിൽ നമ്മളത് sermon on the mount നമ്മളത് മെഡിറ്റേറ്റ് ചെയ്തു. രണ്ടാമത്തെ പ്രസംഗം 10-ാം അധ്യായത്തിലാണ്. കർത്താവ് തന്നെ പറ്റി ശിഷ്യന്മാർ പറയണമെന്നും ഭയമില്ലാതെ അത് പ്രസംഗിക്കണമെന്നും ഒക്കെ പറഞ്ഞ് അവരെ ചുമതലപ്പെടുത്തി വിടുന്ന ഒരു പ്രസംഗമാണ്, ഒരു ഡിസ്കോഴ്സാണ്. അതിനുശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് ഭരിക്കുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ ഭരണം ഉള്ള ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം, അതിലൊക്കെ കർത്താവ് എങ്ങനെയാണ് അതിനെ ആ പ്ലാൻ എന്തോ ആണോ എല്ലാം പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തെ പറ്റി കർത്താവ് പറയുന്നു. ദൈവം അനുവദിക്കുകയാണെങ്കിൽ 10ഉം 13ഉം അധ്യായം ഇന്ന് നമുക്ക് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. 5 to 7 ആണ് അതിൻ്റെ ഫൗണ്ടേഷൻ. ആ ആശയങ്ങൾ തന്നെയാണ് മറ്റ് പ്രസംഗങ്ങളിലും റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് 2 അധ്യായങ്ങൾ സമയപരിമിതിക്ക് നിന്നുകൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ ശ്രമിക്കാം. 4-ാമത്തെ പ്രസംഗം 18-ാം അധ്യായത്തിലാണ്. ഒരു ഹ്യൂമിലിറ്റിയെ പറ്റി, ചൈൽഡ് ലൈക്ക് ഫെയ്ത്തിനെ പറ്റി കർത്താവ് ഒരു ടീച്ചിങ് നടത്തുന്നു. ഈ പ്രസംഗങ്ങളെല്ലാം കഴിയുമ്പോൾ അടുത്ത വാക്യം, ഒന്നെങ്കിൽ അടുത്ത ചാപ്റ്ററിന്റെ ആദ്യത്തെ വാക്യം അല്ലെങ്കിൽ തൊട്ടടുത്ത വാക്യം പറയുന്ന കർത്താവ് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നെങ്കിൽ ആൾക്കാർ ആശ്ചര്യപ്പെട്ടു, അല്ലെങ്കിൽ കർത്താവ് ഇത് പഠിപ്പിച്ചതിന് ശേഷം വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പൊ അങ്ങനെ വളരെ കൃത്യമായി ആത്മാവ് മാത്യുവിനെ കൊണ്ട് എഴുതിച്ച ഒരു ബുക്കാണ് ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു. അങ്ങനെ അവസാനത്തെ 5-ാമത്തെ ഡിസ്കോഴ്സ്, 5-ാമത്തെ പ്രസംഗം, അത് ചാപ്റ്റർ 24 to 25. ഇങ്ങനെ 5 നല്ല പ്രസംഗങ്ങൾ ഇണങ്ങിയ ഒരു ബുക്കാണ് ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു. ഇതിൽ നിന്നാണ് നമ്മൾ ശിഷ്യരായിക്കൊള്ളുക എന്ന് പറയുമ്പോൾ കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അടുത്ത ഒന്നും കൂടെ റിവ്യൂ ചെയ്യാം. വളരെ ചെറിയ കാര്യങ്ങൾ, മെയിൻ കാര്യങ്ങൾ. ഡിസൈപ്പിൾഷിപ്പ്, ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് ബേസ്ഡ് ഓൺ ദ ഗോസ്പൽ. അതായത് സുവിശേഷം എനിക്ക് മനസ്സിലാകാൻ പറ്റില്ലോ എന്ന സന്തോഷത്തിൽ, കടപ്പാടിൽ ദൈവസന്നിധിയിൽ ചെല്ലുന്ന ഒരു തരം രക്ഷിക്കപ്പെടൽ. ഈ കടപ്പാടില്ലാതെ രക്ഷിക്കപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന് അത് ഗേജ് ചെയ്യാൻ പറയുള്ളൂ. എന്നാൽ സുവിശേഷം എനിക്ക് മനസ്സിലായി, അത് വിശ്വസിക്കാൻ പറ്റി. 2500 വർഷം മുമ്പ്, 2000 വർഷം മുമ്പ് ഒരാളെ കുരിശിൽ കൊന്നു, ആ മരിച്ച ആള് ഉയർത്തെഴുന്നേറ്റു എന്നും ആ മരിച്ച ആള് ദൈവമാണെന്നൊക്കെ വിശ്വസിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ആശ്ചര്യമാണ്. ആ കടപ്പാട്, അങ്ങനെയുള്ള കടപ്പാട് സഭയിൽ, ആ ഫെലോഷിപ്പിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ജീവിത രീതി വരും. അതാണ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ് ലൈഫ്. അതാണ് അതിന്റെ ഫൗണ്ടേഷൻ.
രണ്ട്, അതിന് ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. നമ്മളെ തന്നെ ഡിസീവ് ചെയ്യും. നമുക്ക് ദൈവത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിച്ച് മോഹിക്കും, കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. പിന്നെ അഹങ്കാരം പൊതുവെ. അപ്പൊ ഇതൊക്കെ ഒരു ചലഞ്ചാണ് ഇങ്ങനെ നന്നായി ജീവിക്കാൻ എന്നുള്ളത്. അപ്പം ട്രൂ ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് ഇറ്റ് വർക്ക്സ് ഓൺ ഒബ്ലൈജ്ഡ് ലവ്, കടപ്പാടോടുകൂടിയുള്ള ഒരു സ്നേഹവും, ഫിയർലെസ് ഹ്യൂമിലിറ്റി, ഭയമില്ലാതെ താഴ്മയോടുകൂടെ ജീവിക്കാൻ മനസ്സുള്ള ഒരു താഴ്മ, എൻഡ്യൂറിങ് ഒബീഡിയൻസ്, വളരെ മെനക്കെട്ട് അനുസരിക്കാൻ താല്പര്യമുള്ള ഒരു മനസ്സ്, ജോയ്ഫുൾ കമ്മിറ്റ്മെന്റ്, ഒരു മടിയും കൂടാതെ കമ്മിറ്റഡ് ആയിട്ട് പോകുന്നു, വളരെ ക്ഷമയോടുകൂടെ പ്രത്യാശ വെക്കുന്നു, പേഷ്യന്റ് ഹോപ്പ്. ഇങ്ങനെയെല്ലാം അടങ്ങുന്ന ഒരു പ്രത്യേക വികാരങ്ങളാൽ ഭരിക്കപ്പെട്ടുകൊണ്ട് അനുസരിക്കുന്നതാണ് ഡിസൈപ്പിൾഷിപ്പ്. വെറുതെ കുറെ അനുസരിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ വികാരം, ഈ പോയിന്റ് നമ്പർ 3 പറഞ്ഞതുപോലത്തെ വികാരത്തോടു കൂടി വേണം അനുസരിക്കാൻ. വികാരമില്ലാതെ അനുസരിച്ചിട്ട് ദൈവം അത് സ്വീകരിക്കില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. അവസാനമായി അതിന്റെ കോസ്റ്റ് ലൂക്ക് 14 എക്സ്ക്യൂസ് എല്ലാം ആൾക്കാർ പറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് പറയാണ്, ഇഫ് യു ഡോണ്ട് ചൂസ് മീ ദെൻ യു കനോട്ട് ബി മൈ ഡിസൈപ്പിൾ. ഇത്രയും കാര്യമാണ് നമ്മൾ പ്രിലിമിനറി ഫൗണ്ടേഷനായിട്ട് ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ വേഗം സെർമൺ ഓൺ ദ മൗണ്ടിലോട്ട് പോയി. 5 to 7, 5 അധ്യായത്തില് 3 to 16 വരെ കർത്താവിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് കർത്താവ് ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു. എൻ്റെ രാജ്യത്ത് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് ഇഷ്ടമുള്ളത് ഇതൊക്കെയാണ്. കർത്താവ് മുഖത്ത് നോക്കി പറഞ്ഞു. എന്നിട്ട് കർത്താവ് കറക്റ്റ് ചെയ്തു. 2 കാര്യം കറക്റ്റ് ചെയ്തു. ഒന്ന്, അവർ മനസ്സിലാക്കിയ അവരുടെ വചനം, അവരുടെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണ്, അത് ഒത്തിരി തെറ്റിദ്ധരിച്ചും ഒത്തിരി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒത്തിരി വളച്ചൊടിച്ചൊക്കെയാണ് മനസ്സിലാക്കിയത്. കാരണം അവർക്ക് ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാകാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ തെറ്റാണെന്നും ഇതെല്ലാം ദൈവത്തിന്റെ വ്യാഖ്യാനമാണ് മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് കോപം കൊലയ്ക്ക് തുല്യമാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ മനുഷ്യന്റെ വ്യാഖ്യാനത്തിൽ ആശ്രയിക്കാതെ പോകുന്നതാണ് കറക്റ്റ് വഴി. അതുപോലെ കപടഭക്തി, അതും കർത്താവിന് ഇഷ്ടമല്ല. അത്രയും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കർത്താവ് അവർക്ക് 7-ാം അധ്യായത്തിന്റെ 12 to 27 ഒരു ചോയ്സ് കൊടുക്കും. ഇങ്ങനെയാണ് കർത്താവിനെ അനുഗമിക്കുന്നവര്, ഡിസൈപ്പിൾസ് ആയിട്ട് വരുന്നവര് പ്രിൻസിപ്പിൾസ് അറിഞ്ഞു, കറക്ഷൻ അറിഞ്ഞു, ചോയ്സും ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത്. ഇനിയും നമ്മൾ ട്രൂ ഡിസൈപ്പിൾഷിപ്പ് പഠിക്കാൻ പോകുന്നത് ഇന്ന് ചാപ്റ്റർ 10-ഉം ചാപ്റ്റർ 13-ഉം അധ്യായത്തിൽ നിന്നാണ്. കാരണം അവിടെയാണ് ഈ കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഹെവൻ എന്ന പദങ്ങൾ പലതവണയായിട്ട് വരുന്നത്. മാത്യു ഗോസ്പലിൽ മാത്രം കിങ്ഡം ഓഫ് ഹെവൻ എന്ന് എഴുതിയിട്ടുള്ളൂ. ഇതേ സംഭവം മാർക്കിലും ലൂക്കിലും എഴുതുമ്പോൾ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് തന്നെ എഴുതുന്നത്. അപ്പോൾ ഇതൊരു ഇന്റർചേഞ്ചബിളി യൂസ്ഡ് ടേം ആണ്. ചില വിശ്വാസികൾ കിങ്ഡം ഓഫ് ഹെവൻ വേറെയാണെന്നും കിങ്ഡം ഓഫ് ഗോഡ് വേറെയാണെന്നും വിശ്വസിക്കുന്നു. ഫോർ പ്രാക്ടിക്കൽ പർപ്പസസ് ഈ ക്ലാസ്സിൽ ഇത് രണ്ടും ഇന്റർചേഞ്ചബിളി യൂസ്ഡ് ആണ് എന്ന വിശ്വാസത്തിൽ നിന്നാണ് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം 10-ാം അധ്യായത്തിൽ കർത്താവ് ഡിസൈപ്പിൾസിനെ ഒരുമിച്ച് വിളിച്ചു കൂട്ടിയിട്ട്, എന്നെ പറ്റി നിങ്ങൾ പ്രസംഗിക്കണം, നിങ്ങൾ എൻ്റെ ശിഷ്യരാണെങ്കിൽ നിങ്ങൾ എന്നെ പറ്റി പ്രസംഗിക്കണം. പക്ഷെ എന്നെ പറ്റി പ്രസംഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. ഇപ്പൊ ട്രൂ ഡിസൈപ്പിൾ ആണെങ്കിൽ, ട്രൂ ആയിട്ട് സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ കർത്താവിന് ചില നിബന്ധനകളുണ്ട്. അതാണ് 10-ാം അധ്യായത്തിൽ. 13-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത് അതിനകത്ത് ആളുകൾ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ്. ആയതിനാൽ എൻ്റെ രാജ്യത്ത്, ദൈവരാജ്യത്ത്, സ്വർഗരാജ്യത്തിൽ, ആളുകൾ വസിക്കുന്ന രാജ്യത്ത് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്, അതിൽ വസിക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കണം. ഇങ്ങനെ കിങ്ഡം ഓഫ് ഗോഡിനെ പറ്റി രണ്ടും ഒരുപോലെ ഇടകലർന്നിരിക്കുന്ന തീമായതുകൊണ്ട് നമുക്ക് ആ 2 അധ്യായവും ഒരുമിച്ച് ചിന്തിക്കാം. അപ്പം ഈ ഗോഡ്സ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഇനിയുള്ള ഒരു 10 മിനിറ്റ് ഒരു അല്പം പെതുക്കെ പോവും.
ചില കാര്യങ്ങൾ പറയണം, പക്ഷെ അത് നമ്മൾ ഡിസ്ട്രാക്റ്റ് ആയി പോകാതെ അത് പറയാതിരുന്നാലും ശരിയാവില്ല. അപ്പോൾ സോ വി വിൽ ഗോ ലിറ്റിൽ സ്ലോ ഫോർ ദ നെക്സ്റ്റ് സേ 10 minutes. ലെറ്റ് സ്റ്റാർട്ട്. 2 സ്ലൈഡേ ഉള്ളൂ. അങ്ങനെ അത് അറിഞ്ഞിട്ട് നമ്മൾ ആ ചാപ്റ്ററിലോട്ട് പോയാലേ അതിൻ്റെ ഒരു നല്ലൊരു ഫൗണ്ടേഷൻ ആകത്തുള്ളൂ. ദൈവത്തിന്റെ പദ്ധതി മനുഷ്യന് വെളിപ്പെടുത്തുമ്പോൾ അബ്രഹാമിന് മുമ്പൊക്കെ ദൈവം സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, മൽക്കിസദേക്കൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെ നമുക്ക് അധികം ഡീറ്റെയിൽസ് അറിയത്തില്ല. ബൈബിൾ അബ്രഹാമിനെ നിന്നാണ് ഒത്തിരി ഡീറ്റെയിൽസ് വെച്ച് തുടങ്ങുന്നത്. ദൈവം അതെങ്ങനെയാണ് ഈ ലോകവുമായി ഇടപെടുന്നത് എന്ന്. അപ്പം 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ജെനസിസിൽ ദൈവം അബ്രഹാമായിട്ട് ഒരു ഉടമ്പടിയൊക്കെ സ്ഥാപിച്ച് അതിനകത്ത് ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിന്നിൽ ലോകത്തുള്ള എല്ലാ ഫാമിലീസും അനുഗ്രഹിക്കപ്പെടും. അന്ന് മോശയില്ല, മോശയുടെ ന്യായപ്രമാണം ഇല്ല, ഒന്നുമില്ല. അതിനു മുമ്പ് ദൈവം അബ്രഹാം ബന്ധപ്പെട്ട് അബ്രഹാമിനോട് പറഞ്ഞത് ത്രൂ യു ഓൾ ദ ഫാമിലീസ് ഓഫ് ദി എർത്ത് വിൽ ബി ബ്ലെസ്ഡ്. അപ്പൊ ദൈവത്തിന് പണ്ട് മുതലേ എല്ലാവരും അനുഗ്രഹിക്കണം എന്നാണ്. അബ്രഹാമിന്റെ സമയത്ത് ഒരു രാജ്യമൊന്നുമില്ല, ഇസ്രായേൽ എന്ന രാജ്യമില്ല. അങ്ങനെ നിന്ന സമയത്ത് ദൈവം അബ്രഹാമിനോട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ദൈവം പല കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. അബ്രഹാം മനസ്സിലാക്കി. അതിൽ കുറച്ചൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് മോശ എന്നൊരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കുകയാണ്. മോശയിൽ കൂടെ ഒരു ന്യായപ്രമാണം കൊടുത്തു. കാരണം മോശ മുതൽ ആ രാജ്യം വാഗ്ദത്തത്തിൽ പറഞ്ഞ രാജ്യമാണെങ്കിൽ അത് ശരിക്കും ഇനി പൊളിറ്റിക്കലി രാഷ്ട്രീയമായി ഈ ലോകത്ത് വേണം, അതിൻ്റെ ന്യായപ്രമാണങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞ് ദൈവം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ വർഷങ്ങൾ ചെല്ലുന്തോറും അത് ക്ലിയറായി കൂടുതൽ കാര്യം ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ മോശയ്ക്കും കർത്താവിനും ഇടയ്ക്ക് വളരെയധികം പ്രവാചകന്മാരുണ്ട്. അവരിൽ കൂടെയും ഗോഡ് എക്സ്പ്ലെയിൻഡ് എ ലോട്ട് ഓഫ് തിങ്സ്. കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിലൂടെ വളരെയധികം കാര്യങ്ങൾ കർത്താവ് അപ്പോസ്റ്റലന്മാരിൽ കൂടെ എല്ലാം ഒരു പ്രത്യേക രീതിയിൽ വളരെയധികം കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ ആദ്യം 12:3 പറഞ്ഞല്ലോ, നിന്നിൽ എല്ലാ ഫാമിലിയും ബ്ലസ്ഡ് ആകും. ആ പ്ലാനിൽ നമ്മൾ വായിക്കുന്നു, കർത്താവിൽ ജൂസ് ആൻഡ് ജെന്റൈൽസ് ആർ വൺ ഇൻ ക്രൈസ്റ്റ്. എല്ലാവർക്കും അനുഗ്രഹം മെസ്സിഹയാണ്. കാത്തിരുന്ന യഹൂദനും തിരിഞ്ഞു നോക്കുന്ന ജാതി പശ്ചാത്തലത്തിൽ നിന്നുള്ളവരും എല്ലാവർക്കും അനുഗ്രഹം ക്രിസ്തുവാണ്. ഇന്ന് യഹൂദനോ യവനനോ വ്യത്യാസമില്ല. ഇന്ന് ക്രിസ്തുവിന് ശിഷ്യന്മാർ എന്ന ഒരു കാറ്റഗറി മാത്രമേ ഉള്ളൂ. ഭാവിയിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തോട് ദൈവം വീണ്ടും ഇടപെടും സഭായുഗത്തിന് ശേഷം. അപ്പൊ ഇങ്ങനെയാണ് വളരെ ചെറിയ രീതിയിൽ ദൈവത്തിന് ഈ ലോകത്തോട് ഒരു പ്ലാൻ ഉള്ളത്. ഈ പ്ലാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കർത്താവിൻ്റെ വരവും കർത്താവിൻ്റെ പ്രസംഗവും. കർത്താവിൻ്റെ ആ പ്രസംഗത്തിലാണ് കർത്താവ് പറഞ്ഞ ദൈവരാജ്യം വന്നിരിക്കുന്നു, ഇറ്റ് ഈസ് നിയർ യു പീപ്പിൾ, ഇറ്റ് ഈസ് ബിഫോർ യു, ഇറ്റ് ഹാസ് കം. ഇങ്ങനെ പല രീതിയിൽ അതിനെപ്പറ്റി കർത്താവ് പ്രസംഗിച്ചത്. അപ്പം നമ്മൾ ആ കാര്യങ്ങൾ ഒന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടെ കർത്താവിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് prophesied that Messiah would come and rule. ഒരു മെസ്സിഹ വരും, വന്ന് ഭരിക്കും, കാണുക ഭരിക്കും. അത് പ്രവചനമാണ്. എന്നാൽ മശിഹ ഒരു സുപ്രഭാതത്തിൽ വന്നു. മശിഹ വന്നിട്ട് രാജ്യത്തിന്റെ സുവിശേഷം പറഞ്ഞു. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന, ഭരിക്കും എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് മെസ്സിഹ. ആ മെസ്സിഹ ഞാനാണ്. ഞാൻ പറയാണ്, എൻ്റെ രാജ്യത്തെ നിങ്ങൾ സ്വീകരിക്കണം, എൻ്റെ ഭരണത്തെ നിങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ ഒരു ചോദ്യം വരും, അങ്ങനെ സ്വീകരിച്ചിരുന്നെങ്കിൽ കർത്താവ് റോമക്കാരെയൊക്കെ അടിച്ച് ഓടിച്ച് പ്രവചന പ്രകാരം റൂൾ ചെയ്യുമായിരുന്നോ? കാരണം പ്രവചനം അങ്ങനെയാണല്ലോ, മെസ്സിഹ വരും, ഭരിക്കും. അപ്പം ഈവൻ ഇഫ് ദ ജ്യൂസ് ഹാഡ് അക്സെപ്റ്റഡ് ദ മെസ്സയ,
അങ്ങനെ യഹൂദൻ ആ മെസ്സിഹയെ രാജാവായിട്ട് സ്വീകരിച്ചു എങ്കിലും സ്വീകരിച്ചാൽ പോലും ദൈവത്തിന്റെ പ്ലാനിൽ മശിഹ വന്ന് മരിച്ച് ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള പ്ലാൻ, അതിന് മാറ്റമില്ല. ഈ ഒരു കാര്യമാണ് ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റാത്തത്. അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രൊഫസിയിൽ മശിഹ വന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഭരിക്കാൻ വരുന്ന രാജാവ് വന്ന് ജനിച്ചു, പക്ഷെ ഉടനെ ഭരിക്കില്ല. ജനിച്ചത് എന്തിനാ? പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ, എന്നിട്ട് ഉയർത്തെഴുന്നേക്കും, എന്നിട്ടേ ഭരണമുള്ളൂ. ഈ ഒരു കാര്യം യഹൂദന്മാർക്ക് അങ്ങ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം കർത്താവ് ഒരു രാജ്യം ഓഫർ ചെയ്തു, ആ യഹൂദന്മാർ റിജക്റ്റ് ചെയ്തു. എന്നിരുന്നാൽ തന്നെ കർത്താവ് വന്ന പർപ്പസ് മരിക്കുക എന്നുള്ളതാണ്. പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അപ്പം ദൈവം ആ രാജ്യം സ്ഥാപിച്ചോ ഇല്ലയോ എന്നൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ അവിടെ കിടപ്പുണ്ട്. ഇന്ന് ആത്മീയമായി കർത്താവിന്റെ മക്കളെ റൂൾ ചെയ്യുന്നു. എന്നാൽ ഭാവിയിൽ ഒരുപക്ഷെ 1000 ആണ്ട് വാഴ്ചയിൽ കൺകാൺകെ, ആത്മീയമായി മാത്രമല്ല കൺകാൺകെ രാഷ്ട്രീയമായി ജെറുസലേം എന്ന ക്യാപിറ്റലിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന ആ സെൻട്രൽ പോയിന്റിൽ നിന്ന് പഴയ നിയമത്തിൽ പ്രവചിച്ച പ്രകാരം കർത്താവ് വാഴും. ഇങ്ങനെയാണ് കർത്താവിന്റെ രാജ്യത്തിന്റെ ഒരു ബേസിക് കാര്യം. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസോട് കിടക്കുന്നില്ല. നമ്മുടെ ടോപ്പിക്ക് ട്രൂ ഡിസൈപ്പിൾ ആണ്. ഈ 10-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും ഈ ദൈവരാജ്യത്തെ പറ്റി പറയുന്നതുകൊണ്ട് ഇത്രയും എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു സ്ലൈഡും കൂടി ഉണ്ട്. ആ സ്ലൈഡ് ഇങ്ങനെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസികളുടെ ഇടയിൽ 3 അഭിപ്രായങ്ങളുണ്ട്. അതും കൂടെ ഒന്ന് അറിഞ്ഞിട്ടേ നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ സ്ലൈഡും അടുത്ത സ്ലൈഡും ഒന്ന് സ്ലോ ആയിട്ട് പോകും. കാരണം നമ്മൾ എടുക്കുന്ന ടോപ്പിക് കിങ്ഡം ഓഫ് ഗോഡ് ആണ്, 13-ാം അധ്യായം സ്പെഷ്യലി. അപ്പം നമ്മളത് പതുക്കെ അത് ചെയ്യുന്നതാണ്. ഒരു 5 മിനിറ്റും കൂടെ എടുക്കും അടുത്ത സ്ലൈഡ്. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഇത് തന്നെ വേറൊരു രീതിയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാം. അസംബ്ലി വിശ്വാസികളുടെ ഇടയിൽ ഒരല്പം വ്യത്യാസത്തിൽ ഈ രാജ്യത്തെ പറ്റി മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ 3 വ്യത്യാസങ്ങളുണ്ട്. ഈ 3 അഭിപ്രായത്തിലും ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്രായേല് ഒരു പ്ലാൻ ഉണ്ട് ദൈവത്തിന്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തോട്, സഭ എന്ന കാര്യത്തോട് ദൈവത്തിനും വേറെ ഒരു പ്ലാൻ ഉണ്ട്. അത് നിലനിൽക്കെ 3 രീതിയിൽ ഈ ഭാഗം മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ അസംബ്ലീസിൽ. അതും കൂടെ അറിഞ്ഞിരുന്നിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് തിരിച്ചു വരാം. ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രിഡിക്റ്റ് ചെയ്തിരുന്നു that there is a king in the line of David who rules visibly from Jerusalem on the earth. ഭൂമിയിൽ അങ്ങനെ ഒരാൾ ഭരിക്കും. ഇന്ന് അങ്ങനെ ഭരിച്ചിട്ടില്ല. 2, അത് മാത്രമല്ല, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഒരു പ്രൊഫസി ഉണ്ടായിരുന്നു, ആ ഭരണം ഒരു ആത്മീയ ഭരണം കൂടി ആയിരിക്കുമെന്ന്. കാരണം ഐ വിൽ പുട്ട് മൈ സ്പിരിറ്റ് ഇൻ യു. സ്പിരിറ്റിന് ഒരു വലിയ വർക്കുള്ള ഒരു കാലമാണ് ഇസ്രായേൽ രാഷ്ട്രത്തിൽ ദൈവം പ്രോമിസ് ചെയ്തത്. അതും പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ജോൺ ദ ബാപ്റ്റിസ്റ്റും അത് തന്നെയാണ് പ്രസംഗിച്ച്. പക്ഷെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് എക്സ്പെക്ട് ചെയ്തില്ല മെസ്സിഹയ്ക്ക് 2 കമ്മിങ് ഉണ്ടെന്ന്. ഒന്ന് മരിച്ച് ഉയർത്തെഴുന്നേൽക്കാനും പിന്നെ റൂൾ ചെയ്യാനും. ഈ ഒരു ടെൻഷനാണ് ജ്യൂസിനെ ഒത്തിരി മെസ്സിഹയുടെ രാജ്യം ഏതാണെന്ന് ഭയങ്കര ടെൻഷനായത്. അതുകൊണ്ടാണ് ആക്സ് 1 പോലും കർത്താവേ ആ രാജ്യം എപ്പോ വരും, അങ്ങനെ അവരുടെ മനസ്സിൽ അതുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ഒരു അല്പം മനസ്സിലാക്കിയിട്ടേ 13-ാം അധ്യായത്തിലോട്ട് കിടക്കാവുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഈ സ്ലൈഡോട് കൂടെ ആ ടോപ്പിക്ക് നമ്മൾ ക്ലോസ് ചെയ്യുന്നതാണ്. ആ ഡോക്ടറിനൽ ഡിസ്കഷൻ വേറൊരു സമയത്തേക്ക് ദൈവം അനുവദിക്കുകയാണെങ്കിൽ പോവാം. അങ്ങനെ കർത്താവ് ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രവചന പ്രകാരം രാജാവായിട്ട് ജനിച്ചു. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ മശിഹ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, രാജാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജാവായി തന്നെ ജനിച്ചു. പക്ഷെ സ്ഥലം പുൽത്തോട്ടിലായിരുന്നു. അപ്പോൾ ആളുകൾ കൺഫ്യൂഷനായി. രാജാവ് പറഞ്ഞു ഞാൻ മരിക്കും,
പത്രോസ് കർത്താവിനെ ഗുണദോഷിച്ചു. അപ്പം ഈ രാജാവായിട്ട് ജനിച്ചെങ്കിൽ രാജ്യത്വം സ്ഥാപിച്ചോ? അല്ലെങ്കിൽ അത് എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? ആ 3 അഭിപ്രായങ്ങളും കൂടി എടുത്തിട്ട് അത് കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യത്തെ റൂട്ട്, പൊതുവിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സഭകളിൽ വിശ്വസിക്കുന്ന അഭിപ്രായമാണ്, കർത്താവ് സ്ഥാപിക്കാൻ വന്ന രാജ്യം കർത്താവ് സ്ഥാപിച്ചില്ല. പഴയ നിയമപ്രകാരം കൺകാൺകെ കർത്താവ് റൂൾ ചെയ്യും എന്ന് പറഞ്ഞല്ലോ, ഒരു പ്രവചനം ഉണ്ടല്ലോ. അത് കർത്താവ് സ്ഥാപിച്ചില്ല, കാരണം അവര് കർത്താവിനെ സ്വീകരിച്ചില്ല. ആയതിനാൽ ആ രാജ്യം 100% പോസ്റ്റ്പോൺ ചെയ്തു. സഭായുഗത്തിന് ശേഷം ഉള്ള 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് കൺകാൺകെ രാജ്യത്തിൽ വാഴും. ഇതാണ് പൊതുവിൽ ഉള്ള ഒരു അഭിപ്രായം. ഈ 3 അഭിപ്രായം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ സഭ ഒരു മർമ്മമായി നിലകൊള്ളുന്നു. ഇറ്റ്സ് എ മിസ്റ്ററി ഫോം. രണ്ടാമത്തെ റൂട്ട് എടുക്കുന്നത് അഭിപ്രായം, കർത്താവ് രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വന്നു, പക്ഷേ അത് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് വളരെയധികം വിശ്വാസികൾ പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് സ്വർഗത്തിൽ പോയി പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നത് ഒരു സിംഹാസനമാണല്ലോ, ഇരിക്കുന്ന ആള് ദാവീദിന്റെ സന്തതിയാണല്ലോ. ആയതിനാൽ പഴയ നിയമത്തിൽ പറയുന്നത് പോലെ ദാവീദിന്റെ സന്തതിയായ കർത്താവ് ഇന്ന് ഒരു സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്നു. പക്ഷെ പ്രവചനത്തിൽ അത് ഭൂമിയിലാണ്, ഇന്ന് വാഴുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതായത് ഇന്ന് വാഴുന്നുണ്ട്, പക്ഷെ സ്വർഗത്തിലെ ദാവീദിന്റെ പുത്രൻ സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരുന്നാണ് വാഴുന്നത്. എന്നിട്ട് അവര് പറയാണ്, ഇപ്പോൾ ആത്മീയമായി ഒരു കിങ്ഡമേ ഉള്ളൂ സ്ഥാപിച്ചത്, ഭാവിയിൽ കൺകാൺകെ രാഷ്ട്രീയമായി ആ രാജ്യം സ്ഥാപിക്കും 1000 ആണ്ട് വാഴ്ചയിൽ. മൂന്നാമത്തത് ഇതായിട്ട് വളരെ സാമ്യമുണ്ട്, ഒരല്പം വ്യത്യാസം മാത്രമേ ഉള്ളൂ. മൂന്നാമത് വിശ്വാസികൾ അഭിപ്രായപ്പെടുന്നത്, രണ്ട് പറഞ്ഞതുപോലെ ആത്മീയമായ രാജ്യം സ്ഥാപിച്ചു, പക്ഷെ ദാവീദ് സിംഹാസനത്തിൽ നിന്നല്ല ഭരിക്കുന്നത്. അതെ, കർത്താവ് മേളിലുണ്ട്, ദാവീദിന്റെ സന്തതിയാണ്, വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു, സിംഹാസനത്തിലാണ്. എന്നിരുന്നാൽ തന്നെ പഴയ നിയമത്തിൽ അത് ഭൂമിയിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പരാമർശം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആ പ്രവചനം അപ്പാടെ ഫുൾഫിൽ ആയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആത്മീയ ഒരു രാജ്യമുണ്ട്, കർത്താവ് നമ്മളെയൊക്കെ ഭരിക്കുന്നു, ഭാവിയിൽ കൺകാൺകെ ഭരിക്കും. ഈ 3 അഭിപ്രായങ്ങളും ഒരേ കാര്യം പറയുന്നുണ്ട്. എന്തോ പറയുന്നേ? ഭാവിയിൽ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് കൺകാൺകെ ഭരിക്കും. ഇന്ന് ഒരു ആത്മീയ ഒരു രാജ്യമുണ്ട്. അതിൽ 2ഉം 3ഉം അഭിപ്രായങ്ങൾ വളരെ ക്ലോസ് ആണ്. ആദ്യത്തത് ഒരല്പം വ്യത്യാസമാണ്. എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ ഒരു സ്പിരിച്വൽ റൂളുണ്ട്, ഭാവിയിൽ ഒരു പൊളിറ്റിക്കൽ റൂളുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ടോപ്പിക്ക്, ആ ഡോക്ട്രിനൽ അനാലിസിസിൽ നിന്ന് മൂവ് ചെയ്യുന്നു. ഇത് പറയാൻ കാരണം 10ാം അധ്യായത്തിൽ കിങ്ഡം ഓഫ് ഗോഡിനെ പറ്റി പ്രസംഗിക്കണം എന്ന് പറയുന്നുണ്ട്. 13ാം അധ്യായത്തിൽ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്വർഗരാജ്യം, കിങ്ഡം ഓഫ് ഹെവൻ, അത് അതിന്റെ സ്വഭാവ വിശേഷണങ്ങൾ ഇന്നൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ രണ്ടും ദൈവരാജ്യത്തെ പറ്റി പറയുന്നത് കൊണ്ട് മാത്രമാണ് ഈ സ്ലൈഡും ഇതിന് മുമ്പത്തെ സ്ലൈഡും നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കിനി ആ ഭാഗങ്ങളിലേക്ക് കിടക്കാം. ആ ഭാഗം ആ 2 അധ്യായങ്ങളിൽ വായിച്ചിട്ട് കർത്താവിന്റെ സ്വർഗരാജ്യത്തിൽ കർത്താവിനെ അനുഗമിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് ഒരു ശിഷ്യനായി ജീവിക്കുമ്പോൾ. നമുക്ക് ആ മത്തായി എഴുതിയ സുവിശേഷം 10ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 10ാം അധ്യായത്തിന്റെ തുടക്കത്തില് കർത്താവ് ഒന്നാം വാക്യം, ആരെങ്കിലും ആ 1ാം വാക്യം ഒന്ന് വായിക്കാമോ? മത്തായി 10:1. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും
സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. അതെ, കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടി ഭയങ്കര അധികാരം കൊടുത്തു. അവരുടെ പേര് 2, 3, 4 വാക്യത്തിലുണ്ട്. എന്നിട്ട് 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രയേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. അതെ, എന്ന് പറഞ്ഞാൽ സമര്യക്കാരുടെ അടുത്ത് പോകരുത്, ജെന്റൈൽസിന് എടുത്തു പോകരുത്. എന്നാൽ ആദ്യം ഇസ്രായേൽ യഹൂദന്മാരുടെ അടുത്ത് പോവുക. അപ്പം അത് മറ്റുള്ളവരെ വെറുത്തിട്ടല്ല, ഈ പ്രവചനം മൊത്തം ലഭിച്ചത് യഹൂദന്മാർക്കാ. അതുകൊണ്ട് ആ പ്രവചനം ലഭിച്ചവരുടെ അടുത്തേക്ക് പോയി അവർ കാത്തിരുന്ന മെശിഹ കർത്താവായ യേശുക്രിസ്തു ആണെന്നും ആ മെശിഹയുടെ രാജ്യത്വത്തിലേക്ക് ശിഷ്യന്മാർ ആകണമെന്നും പോയി പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അത് ജെന്റൈൽസിനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല. കാരണം 18-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്. ഒന്ന് വായിക്കാമോ 18-ാം വാക്യം, അതേ അധ്യായം? എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. അതെ, അപ്പൊ ജാതികൾക്ക് സാക്ഷ്യമാകാൻ വേണ്ടി നിങ്ങളെ അവർ ഉപദ്രവിക്കാൻ കൊണ്ടുപോകും. അതൊക്കെ കാരണം അപ്പൊ അവിടെയും ജെന്റൈൽസിന് എടുത്ത് സാക്ഷിയായി നിങ്ങളെ ഞാൻ എത്തിക്കും, അല്ലെങ്കിൽ അവർ നിങ്ങളെ പിടിച്ചോണ്ട് പോകും, ഉപദ്രവിക്കും. അപ്പൊ ദൈവത്തിന് ജാതികൾക്ക് ഒരു സാക്ഷിയായി യഹൂദന്മാർ നിൽക്കണം എന്നുള്ള ആഗ്രഹം പണ്ട് മുതലുള്ളതുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ വായിച്ചത് കർത്താവിന് വേറെ ആരും ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, യഹൂദന്മാർക്ക് കൊടുത്ത പ്രവചനം അനുസരിച്ച് അവർ കാത്തിരുന്നനുസരിച്ച് ആ ദൈവരാജ്യം പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിക്കാമോ? നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. അതെ, അപ്പം സ്വർഗരാജ്യത്തെ പറ്റി പ്രസംഗിക്കണം എന്ന് കർത്താവ് അവിടെ അങ്ങ് ആജ്ഞാപിക്കുകയാണ്. ആ കർത്താവ് ആ രാജ്യത്വത്തിൽ, ദൈവത്തിന്റെ രാജ്യത്വത്തിൽ രാജാവാണ് എന്നും അത് വളരെ നിങ്ങളുടെ അടുത്തുണ്ട് എന്ന രീതിയിൽ കർത്താവ് പ്രസംഗിക്കാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് പറയാണ് 8-ാം വാക്യത്തില്, ഹീൽ ദ സിക്ക്, heal the lepers, raise the dead, cast out demons, freely receive, freely you have received, freely you give. ഈ പ്രസംഗം വളരെ കൃപയുടെ പ്രസംഗമാണ്. നിങ്ങൾക്ക് കിട്ടിയ തിരിച്ചറിവ് കൃപയുടേതാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഫ്രീ ആയിട്ട് പറയണം. നിങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗം വേറെ ആരും കോപ്പി അടിച്ചു പ്രസംഗിച്ചു എന്ന് ആരും തോന്നരുത്. നിങ്ങൾ പ്രസംഗിക്കുക. പണ്ട് ഈ ശിഷ്യന്മാരോട് ഹീൽ ചെയ്യാൻ പറഞ്ഞു, സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും പറഞ്ഞു. അപ്പൊ വേറൊരാള് അത് തന്നെ ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര പ്രയാസമായി. കർത്താവ് പറഞ്ഞു, കർത്താവിന്റെ മിനിസ്ട്രിയിൽ പലരും ഉണ്ട്. അപ്പം ഫ്രീലി യു റിസീവ്ഡ്, ഫ്രീലി യു ഗിവ്. ഈ തിരിച്ചറിവ് ഫ്രീ ആയിട്ട് കൃപയാൽ കിട്ടിയതാണ്. അതുകൊണ്ട് അത് കൃപയാൽ മറ്റുള്ളവരോട് പറയണം. ഇങ്ങനെ പറഞ്ഞ് കർത്താവ് സ്വർഗരാജ്യത്തെ പറ്റി മുന്നോട്ട് പോകണം എന്ന് ശിഷ്യന്മാരോട് പറയുന്നു. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു പ്രാക്ടിക്കൽ ഏരിയയാണ് 4 കൂട്ടം കാര്യങ്ങൾ. കർത്താവ് അവിടെ 12-ാം അധ്യായം വാക്യം തൊട്ട് 25-ാം വാക്യം വരെ പറയുന്ന ഒരു പോയിന്റാണ്. ഒത്തിരി ഒപ്പോസിഷൻ നിങ്ങൾക്കുണ്ടാവും. ദൈവരാജ്യത്തെ പറ്റി അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെ പറ്റി നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഒത്തിരി ഒപ്പോസിഷൻ ഉണ്ടാവും. കാരണം ഇത് പ്രസംഗിക്കുന്ന ആളുടെ ജീവിതം മാറുന്ന ഒരു സംഭവമായതുകൊണ്ട് യു വിൽ ഹാവ് ഒപ്പോസിഷൻ. അതിന്റെ 14-ാം വാക്യത്തിൽ നിങ്ങൾ സ്ഥലത്ത് ചെന്നു, അവർ നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ ഷേക്ക് ദ ഡസ്റ്റ് ആൻഡ് ഗോ. അതുപോലെ 16-ാം വാക്യം, ഞാൻ നിങ്ങളെ ഐ സെൻഡ് യു ആസ് ഷീപ്പ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് വൂൾവ്സ്. അത്ര ഡേഞ്ചറസ് ആളുകളുടെ മധ്യത്തിലേക്ക്, ഒത്തിരി ഓപ്പോസിഷൻ ഉള്ള സ്ഥലത്തേക്കാണ് നിങ്ങളെ വിടുന്നത്. എന്തിനാ? എൻ്റെ പ്രമാണങ്ങളെ നിങ്ങൾ പ്രസംഗിക്കാൻ, നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് മറ്റുള്ളവർ കാണാൻ. 17-ാം വാക്യത്തിൽ, ബിവെയർ ഓഫ് പീപ്പിൾ, ദേ വിൽ ഡെലിവർ യു ടു കൗൺസിൽ, ഹേർട്ട് യു ആൻഡ് യു വിൽ ബി ബോട്ട് ബിഫോർ ഗവർണേഴ്സ്. അപ്പൊ അത്ര ഉപദ്രവിക്കും, കാരണം സാക്ഷികളാണ് നിങ്ങൾ. ട്രൂ ഡിസൈപ്പിൾ എന്നുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, യു വിൽ ഹാവ് ടു ബി എ വിറ്റ്നസ് ഓഫ് മീ. എൻ്റെ സാക്ഷികളായിട്ട് നിങ്ങൾ ജീവിക്കണം.
നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. കാരണം നിങ്ങൾ അനുസരിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. 19-ാം വാക്യത്തിൽ വെൻ ദേ ഡെലിവർ യു ഡു നോട്ട് വറി. അങ്ങനെ 22-ാം വാക്യത്തിൽ യു വിൽ ബി ഹേറ്റഡ്. അങ്ങനെ 25 വാക്യം വരെ കർത്താവ് അവരോട് പറയുകയാണ്, യു വിൽ ഫേസ് ഓപ്പോസിഷൻ. കർത്താവിന് ആകെ ഉണ്ടായിരുന്ന കുറച്ച് ഡിസൈപ്പിൾസിനെ വിളിച്ചിരുത്തിയിട്ട് കർത്താവ് പറയുക, യു പ്രീച്ച് അബൌട്ട് മീ ബട്ട് യു ആർ ബീങ് സെൻഡ് ആസ് ഷീപ്പ് എമംഗ് ദ വൂൾസ്. നിങ്ങൾ ഉപദ്രവിക്കും, നിങ്ങളെ അടിക്കും, എനിക്ക് ബോധമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ടും അത് തന്നെ പറയിപ്പിക്കും. അതുകൊണ്ട് വളരെ പെർസിക്യൂഷൻ നിറഞ്ഞ ഒരു ലോകത്തേക്കാണ് ഡിസൈപ്പിൾസിനെ സാക്ഷികളായിട്ട് വിടുന്നത്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, കർത്താവ് ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു, ഒളിപ്പിച്ചു വെച്ചൊന്നുമില്ല, ഫൈൻ പ്രിന്റിലല്ല. സോ ഒരു ഡിസൈപ്പിൾ തിരിച്ചറിയേണ്ടത്, കർത്താവ് ഒരു ഡിസൈപ്പിളിനെ സാക്ഷിയായിട്ട് അയക്കുമ്പോൾ ഉപദ്രവം ഉണ്ടാകും എന്നുള്ളത് സ്വീകരിച്ചേ മതിയാകും. ദൈവത്തോട് അടുക്കുമ്പോൾ സാക്ഷിയാകണം. സാക്ഷിയാകുമ്പോൾ എനിക്ക് ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് ചിന്തിക്കരുത്. ദൈവത്തെ ഏറ്റവും കൃത്യമായി അനുസരിച്ച ഒരാളാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരു അപകടഭക്തി പോലും ഉണ്ടായില്ല, പാപം പോലും ഉണ്ടായില്ല. അങ്ങനെ ഒരാൾക്ക് കിട്ടിയത് കുരിശാണെങ്കിൽ, നമ്മൾ ശിഷ്യരായി അനുഗമിക്കുമ്പോൾ, സാക്ഷിയായിട്ട് പോകുമ്പോൾ, അനുസരിച്ച് അത് പ്രസംഗിച്ച് മറ്റുള്ളവരെ ശിഷ്യരാക്കാൻ എന്ന രീതിയിൽ നമ്മളും ശിഷ്യരാകുമ്പോൾ there will be opposition. ഇതിനെ ചുറ്റിപ്പറ്റി 3 കാര്യങ്ങളാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ കർത്താവ് ആ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നത്. എവിടെ നിന്നൊക്കെയാണ് ഈ കഷ്ടം വരാൻ ചാൻസ് ഉള്ളത്? ഒന്നാമതായി കർത്താവ് പറയാണ്, കഷ്ടം പലയിടത്തുനിന്ന് വരും, നിങ്ങളുടെ വികാരത്തെ ഒന്ന് സൂക്ഷിച്ചോണം. ഫിയർ ഗോഡ് ആൻഡ് നോട്ട് പീപ്പിൾ. 26-ാം വാക്യം തൊട്ട് 33-ാം വാക്യം വരെ അവിടെ റിപ്പീറ്റഡ് ഫ്രേസ്. 26-ാം വാക്യത്തിൽ therefore do not fear them. 28-ാം വാക്യത്തിൽ do not fear those who can kill the body but cannot kill the soul, but fear him who is able to kill both soul and body in hell. പിന്നെ 31-ാം വാക്യത്തിൽ do not fear, you are more valuable than many sparrows. അപ്പൊ പേടിക്കരുത്. പേടി എന്ന് പറയുന്ന ഒരു സംഭവം, ആ ഒരു വികാരത്തെ ശിഷ്യന്മാർ ഹാൻഡിൽ ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു കർത്താവിന്. ഭയപ്പെടരുത്, ഒപ്പോസിഷൻ ഉണ്ടാകും, ശരി, പക്ഷെ അതിന്റെ വികാരം ഭയം. ട്രൂ ഡിസൈപ്പിള് സാക്ഷിയായി കർത്താവ് പറഞ്ഞത് അനുസരിക്കുമ്പോൾ മനുഷ്യനെ പേടിക്കാതെ ദൈവത്തെ മാത്രം പേടിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം. അതുകൊണ്ടാണ് ആ ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ പറ്റി അവിടെ എടുത്തെടുത്ത് പറയുന്നത്. മനുഷ്യന് ശരീരമേ കൊല്ലാൻ പറ്റുള്ളൂ, ദൈവം വിചാരിച്ചാലേ മനസ്സ് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പം ദൈവത്തിന് മനുഷ്യനേക്കാൾ കൂടുതൽ ശക്തി ഉണ്ടെന്നും, പേടിക്കുകയാണെങ്കിൽ ദൈവത്തെ പേടിക്കണം, മനുഷ്യനെ പേടിക്കരുത്. മനുഷ്യനെ പേടിച്ച് ദൈവത്തെ അനുസരിക്കാതിരിക്കരുത്, മറിച്ച് ദൈവത്തെ പേടിച്ച് അനുസരിക്കണം. ആ ഭക്തിയിൽ നിന്ന് വരുന്ന ഒരു ഭയം. സോ ആ ഒരു വികാരമാണ് ഒരു ഡിസൈപ്പിളിൽ നിന്ന് കർത്താവ് പറഞ്ഞു വിടുകയാണ്. നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ അതാണ്. നിങ്ങൾക്ക് ഒപ്പോസിഷൻ ഉണ്ടാവും, നിങ്ങൾ വറി ചെയ്യണ്ട. ആ ദൗത്യം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുക. എൻ്റെ ശിഷ്യരായി നിങ്ങൾ പോയി പ്രസംഗിക്കുക. പക്ഷെ ഒന്ന് ഭയപ്പെടാതെ, മനുഷ്യനെ ഭയപ്പെടാതെ നിങ്ങൾ എന്നെ അനുസരിക്കണം. മനുഷ്യനേക്കാൾ ശക്തി എനിക്കുണ്ട്. മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത പലതും എനിക്ക് ചെയ്യാൻ പറ്റും. എന്നോടുള്ള ഭക്തിയിൽ ഭയന്ന് ഞാൻ പറയുന്ന അനുസരിക്ക്. ഇന്ന് ശിഷ്യരാകണം എന്ന് പറയുന്ന ആളുകളിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രയാസമാണ് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം മനുഷ്യനെ പേടിയാ. ഞാൻ ഈ കർത്താവ് പറയുന്ന എല്ലാം കൂടെ അനുസരിച്ച് കഴിഞ്ഞാൽ എന്നെ എല്ലാവരും കൂടെ എടുത്ത് ഉപദ്രവിച്ച് വെട്ടി നുറുക്കി 4 കഷ്ണമാക്കും. ഈ പേടി കൊണ്ട് പലപ്പോഴും ശിഷ്യന്മാര് പോലും ഇന്നത്തെ കാലത്ത് ഒന്നൊന്നു പ്രയാസപ്പെടുന്ന ഒരു സമയമാണ്. പക്ഷെ ആ വികാരം കർത്താവ് എടുത്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒപ്പോസിഷനുള്ള സ്ഥലത്തേക്കാണ് അയക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാണ്, പേടിക്കല്ലേ.
നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞു, ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു, ഡോണ്ട് ഫിയർ പീപ്പിൾ, ഫിയർ മീ ആൻഡ് ഒബേ മീ. ആ ഭാഗത്ത് അത്രയും പറഞ്ഞ് അവരെ എൻകറേജ് ചെയ്യാണ്. എന്നിട്ട് അവസാനം അതിന്റെ 33 വാക്യത്തില് therefore അത് വായിക്കുമ്പോൾ 32-33 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിൻ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിൻ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. അപ്പം പേടിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിനെ പറ്റിക്കാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ ഡാഡിയും മമ്മിയും പറ്റിക്കുന്ന പോലെ കർത്താവിനെ പറ്റിക്കാൻ പറ്റില്ല. സോ മനുഷ്യനെ ഭയപ്പെട്ട് കർത്താവിനെ അനുസരിക്കാതിരിക്കരുത്. ശിഷ്യന്മാർ കർത്താവിനെയാണ് അനുസരിക്കേണ്ടത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ശിഷ്യന്മാരെ നിങ്ങൾ പ്രസംഗിക്കാൻ വിട്ടു, പേടിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ സൂക്ഷിക്കണം, യു ഷുഡ് ലവ് ഗോഡ് മോർ ദാൻ യുവർ ഫാമിലി. ഇതും കൂടെ നിങ്ങൾ പ്രസംഗിക്കണം. എന്ന് പറഞ്ഞാൽ ഈ കാര്യമെല്ലാം ഇവർ പ്രസംഗിക്കണം. ഈ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇവരിത് വിശ്വസിക്കണമല്ലോ. 34-40 വരെയുള്ള വാക്യത്തില് ഞാൻ 34-ാം വാക്യം, ഞാൻ സമാധാനം ഉണ്ടാക്കാൻ വന്നതല്ല, പക്ഷെ എൻ്റെ പേരിൽ ഒത്തിരി ഡിവിഷൻസ് ഉണ്ടാകും. കാരണം ലോകത്ത് അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും ഒരിക്കലും ചേരാൻ പറ്റില്ല. വെള്ളത്തിനകത്ത് എണ്ണ ഒഴിച്ച പോലെ ഇരിക്കും, രണ്ടും മിക്സ് ആവൂല. അതങ്ങനെ വെളിച്ചവും ഇരുളും മിക്സ് ആവൂല, മണ്ണും ഇരുമ്പും മിക്സ് ആവൂല. അങ്ങനെയാണ് അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും. എന്നിട്ട് പറയാണ് കർത്താവ് 35-ാം വാക്യത്തില്, ഐ ഹാവ് കം ടു സെറ്റ് അപ്പ് എ മാൻ അഗെയിൻസ്റ്റ് ഹിസ് ഫാദർ, ഡോട്ടർ അഗെയിൻസ്റ്റ് മദർ. എന്ന് പറയാൻ കുടുംബത്തെ ഇഷ്ടമല്ല എന്നല്ല, കർത്താവിനെ അനുസരിക്കാൻ തുടങ്ങുമ്പോഴേ അറിയുള്ളൂ നമ്മുടെ കുടുംബത്തിൽ എത്ര പേർക്ക് കർത്താവിന് ഇഷ്ടമുണ്ടെന്ന്. അതിന്റെ പേരിൽ തന്നെ ചിലപ്പോൾ കുടുംബത്തിൽ കലഹം ഉണ്ടാവും. കാരണം നമുക്ക് പ്രഷർ അവിടെയാ വരുന്നത്. എന്നിട്ട് പറയാണ് 37-ാം വാക്യം, 37-38 ഒന്ന് വായിക്കാമോ? എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. അല്ല എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മൾ നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നേക്കാൾ കൂടുതൽ സ്നേഹം കൊടുക്കണം. അത് ഡിസൈപ്പിൾഷിപ്പിന്റെ ഒരു ഭാഗമാണ്. പലപ്പോഴും ഡിസൈപ്പിൾ ഫെയിൽ ആകുന്നത് സ്വന്തം ഫാമിലിയുടെ കാര്യം വരുമ്പോഴാണ്. നമ്മൾ ഈ പ്രമാണങ്ങളൊക്കെ അനുസരിക്കാനൊന്ന് വിറയ്ക്കും. നമ്മുടെ കുടുംബത്തിൽ അനുസരിക്കാൻ ബുദ്ധിമുട്ടില്ലാതെ വരുമ്പോൾ നമ്മൾ വലിയ വർത്താന അഭിപ്രായമൊക്കെ പറയും. നമ്മുടെ കുടുംബത്തിൽ പ്രയാസം വരുമ്പോൾ നമ്മൾ പലപ്പോഴും നീതിയും ന്യായവും ഒന്നും നോക്കാറില്ല. ഡിസൈപ്പിൾഷിപ്പിന് പോലും ഒരു കൈ വിറയ്ക്കുന്ന സമയമാണ്. അവനവന്റെ കുടുംബത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ കർത്താവിന് വേണ്ടി നിൽക്കില്ല, കുടുംബം രക്ഷിക്കാൻ നോക്കും. പണ്ട് ഇസ്രായേൽ മക്കളും ചെയ്തത് അങ്ങനെയാ. ഞങ്ങള് ഈ ഇവിടുന്ന് പോയി ഞങ്ങളുടെ മക്കള് ഈ കനാനിൽ പോയി എന്ത് ചെയ്യും, അവരുടെ എന്ത് ഫ്യൂച്ചറാ ഉള്ളേ, ഇവിടുന്ന് നടന്ന് അവിടെ ചെല്ലുമോന്ന് അറിയില്ല, അവിടെ ചെന്നാൽ അവിടെയുള്ളവർ തല്ലിക്കൊന്നാലോ എന്ന വികാരം പോലെ. അങ്ങനെ ഒത്തിരി ഡ്യൂട്രോണമിയിൽ അവർ കംപ്ലൈന്റ് പറയുന്നുണ്ട്. ദേ വർ വറീഡ് അബൌട്ട് ചിൽഡ്രൻ. കുടുംബത്തോട് അറ്റാച്ച്ഡ് ആയിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഇവർ പ്രസംഗിക്കുന്നത്. പ്രസംഗിക്കുന്നതിന് മുമ്പ് ഈ ശിഷ്യന്മാർ ഇത് വിശ്വസിക്കണമല്ലോ. ഫോർ എ ട്രൂ ഡിസൈപ്പിൾ ടു പ്രീച്ച് ദിസ് ഹി മസ്റ്റ് ഫസ്റ്റ് ബിലീവ് ഇറ്റ്. ആ ട്രൂ ഡിസൈപ്പിൾ വിശ്വസിച്ച് പ്രസംഗിക്കുന്ന പോയിന്റാണ് ദൈവത്തെ കുടുംബത്തെക്കാൾ സ്നേഹിക്കുക. ഇത്രയും പറഞ്ഞിട്ടാണ് 39-ാം വാക്യം പറയുന്നത്. ഒന്ന് വായിക്കാമോ? തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. അതെ, കുടുംബത്തിൽ ജീവൻ കണ്ടെത്തിയവൻ, എൻ്റെ എല്ലാം എൻ്റെ കുടുംബമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കർത്താവ്. അവിടെ ജീവൻ കണ്ടെത്തിയാൽ യു വിൽ ലൂസ് ഇറ്റ്. എന്നെ കുടുംബത്തെക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കണം. ഇഫ് യു ഫൈൻഡ് യുവർ ലൈഫ് ഇൻ യുവർ ഫാമിലി യു വിൽ ലൂസ് ഇറ്റ്. കാരണം സമയം വരും, എന്നെ തിരഞ്ഞെടുക്കോ കുടുംബത്തെ തിരഞ്ഞെടുക്കോ എന്നൊരു ചോയ്സ് വരും. You will lose it. But he who loses his life for my sake, കുടുംബത്തിലേക്കാൾ കൂടുതൽ കർത്താവിനെ അത് നമ്മൾ കുറെ നിയമങ്ങൾ പ്രമാണിക്കണം എന്നല്ല. ഒരാൾ ഉറങ്ങുകയാണോ തട്ടി ചവിട്ടി എഴുന്നേറ്റ് ഇപ്പൊ പ്രാർത്ഥിക്കട എന്ന് പറഞ്ഞ് വലിച്ചയച്ചുകൊണ്ട് വരുന്ന അങ്ങനത്തെ കാര്യങ്ങളല്ല പറയുന്നത്.
നമ്മുടെ ഉള്ളിലെ കൂറ് നമ്മുടെ കുടുംബത്തെക്കാൾ കൂടുതൽ നമുക്ക് കർത്താവിനോട് വേണം. എന്ന് പറഞ്ഞാൽ കർത്താവിനെ അനുസരിക്കാൻ നമ്മൾ നമ്മുടെ കുടുംബത്തെക്കാൾ കൂടുതൽ കൂറ് കർത്താവിന് കാണണം. അങ്ങനെയുള്ളവർക്കേ ട്രൂ ഡിസൈപ്പിൾ ആകാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ കുടുംബം. എന്നാൽ കുടുംബത്തോട് ചെയ്യേണ്ട ഡ്യൂട്ടി എല്ലാം നമ്മൾ ചെയ്യണം. ചെയ്യണ്ടെന്നല്ല, കുടുംബത്തെ നിഷേധിക്കാനും അല്ല കർത്താവ് പറയുന്നത്. അവരെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കണം. എനിക്ക് വേണ്ടി എന്നെയോ കുടുംബത്തെയോ ചോയ്സ് വരുമ്പോൾ നിങ്ങൾ കുടുംബത്തെ ചൂസ് ചെയ്യരുത്, എന്നെ ചൂസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ പല സമയത്ത് കർത്താവിന് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ കുടുംബക്കാർ ചിലപ്പോൾ സമ്മതിച്ചില്ല എന്ന് വരും. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ട്രൂ ഡിസൈപ്പിൾ ആണെന്ന് പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. അവിടെ കർത്താവിനെ തെരഞ്ഞെടുക്കണം. അങ്ങനെ അത്രയും പറഞ്ഞിട്ട് മൂന്നാമത്തെ കാര്യം പറയാണ്, നിങ്ങൾ അങ്ങനെ ട്രൂ ഡിസൈപ്പിളായി ഇത്രയും പേടിയുമില്ല, ദൈവത്തെ ഓണർ ചെയ്തു. ഒരെണ്ണം കൂടെ ഉണ്ട്, നിങ്ങൾ മറ്റ് ഡിസൈപ്പിൾസിനെയും കൂടെ ബഹുമാനിക്കണം. ഇന്ന് താഴ്മയുള്ള ഒരാളെ എത്ര പേര് നമ്മൾ ബഹുമാനിക്കും? താഴ്മയുള്ള ഒരു പക്ഷെ ഫേമസ് ആയിരിക്കില്ല. അവരുടെ പേര് ആരെങ്കിലും മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അവരെ ആദരിച്ച സംഭവങ്ങൾ വളരെ വിരളമാണ്. എന്നാൽ ഒരു അല്പ അഹങ്കാരവും ഒരു പൊടിക്ക് ഹുങ്കും ഒരു അല്പം കാശും ഉണ്ടെങ്കിൽ എന്തു പോപ്പുലർ ആകാമെന്നറിയോ? വാട്സാപ്പ് ഉപയോഗിക്കാൻ അറിയാമെങ്കിലും ഇച്ചിരി ബെറ്ററായി. അങ്ങനെയല്ല. കർത്താവ് പറയുന്ന ശിഷ്യന്മാർ എപ്പോഴും മറ്റേ ശിഷ്യന്മാരെ, കർത്താവിന്റെ ശിഷ്യന്മാരെ, മറ്റുള്ളവരെ ഓണർ ചെയ്യണം. അപ്പൊ ആ വാക്ക് അവിടെ എടുത്തു പറയുന്നുണ്ട്. 41, 42. ഒരു പ്രവാചകൻ എന്ന റെസ്പെക്ട് കൊടുത്ത് വിളിക്കുകയാണെങ്കിൽ പ്രവാചകന്റെ പ്രതിഫലമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കയറി പേര് വിളിക്കുന്ന അനുസരിച്ച് പ്രതിഫലം എന്നല്ല ഉദ്ദേശിച്ചത്. ആ ബഹുമാനത്തിൽ, അതായത് ദൈവത്തിന്റെ ഈ കള്ളപ്രവാചകന്മാരുണ്ട് കേട്ടോ. അപ്പൊ അത് തിരിച്ചറിയാൻ പറ്റണം. ആത്മീയർക്ക് ആത്മീയരെ തിരിച്ചറിയാൻ പറ്റും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് പറയാണ്, ഹി ഹു റിസീവ്സ് എ റൈച്ചസ് മാൻ ഇൻ ദ നെയിം ഓഫ് എ റൈച്ചസ് മാൻ വിൽ റിസീവ് എ റൈച്ചസ് മാൻസ് റിവാർഡ്. എന്നെ അനുസരിക്കുന്നവനെ, എന്റെ സ്വഭാവത്തെ എന്റെ പുറകെ അന്വേഷിക്കുന്നവനെ, തെറ്റ് ചെയ്തവൻ പോലും എന്നോട് ക്ഷമ ചോദിച്ചു. കാരണം എന്തുവാ? നാണക്കേട് സഹിച്ചിട്ടും അവൻ ക്ഷമ ചോദിച്ചു. അത്രയ്ക്ക് എന്നെ സ്നേഹിച്ച ഒരുത്തിനെ നിങ്ങളത് കണ്ടില്ല എന്ന് നടിക്കരുത്. ചിലപ്പോൾ കുറെ പേര് ഈ തട്ടിപ്പായിട്ട് ക്ഷമ പറയുന്നവരുണ്ട്. അതൊക്കെ തിരിച്ചറിയാൻ പറ്റണം. 42-ാം വാക്യത്തിൽ ഹുവർ ഗിവ്സ് വൺ ഓഫ് ദീസ് ലിറ്റിൽ വൺസ് എ കപ്പ് ഓഫ് കോൾഡ് വാട്ടർ ഇൻ ദ നെയിം ഓഫ് എ ഡിസൈപ്പിൾ. ആ വാക്ക് അവിടെ ഉണ്ട്. ഒന്നുകൂടെ വായിക്കുമ്പോൾ 42-ാം വാക്യം. ശിഷ്യരെന്ന് വെച്ച് ഈ ശിഷ്യരെന്ന് വിചാരിച്ച് ഒരു ചെറിയ ആൾക്കൊരു കപ്പ് വെള്ളം കൊടുത്താൽ അത് കർത്താവ് ശ്രദ്ധിക്കാതെ പോകൂല. എന്ന് പറഞ്ഞാൽ ഈ ഒപ്പോസിഷന്റെ മധ്യത്തിൽ ഇവർ പ്രസംഗിക്കേണ്ട ടോപ്പിക്സ് ആണ് ഇത്. ഇവരിത് വിശ്വസിക്കുകയും ഇത് പ്രസംഗിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞാണ് ഇവരെ വിടുന്നത്. ഒരു ട്രൂ ഡിസൈപ്പിളിനോട് കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ ഈ ലോകത്ത് ഒരു സാക്ഷിയായിട്ട് നിർത്താൻ തീരുമാനിച്ചു. ഒത്തിരി ഒപ്പോസിഷൻ ഉണ്ടാവും, പേടിക്കരുത്. 3 കാര്യം. എന്തുവാ 3 കാര്യം? 1, ദൈവത്തെ മാത്രമേ പേടിക്കാവൂ, മനുഷ്യനെ പേടിക്കരുത്. മനുഷ്യനെ പേടിക്കാതെ എന്നെ അനുസരിക്കണം. അങ്ങനെ അനുസരിച്ച് നിങ്ങൾ പ്രസംഗിക്കണം. ഇതാണ് കർത്താവിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ. അപ്പൊ കർത്താവ് അവരോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതായിരിക്കും അവരും പ്രസംഗിക്കുന്നതും. 2, കുടുംബത്തെക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കണം. കുടുംബത്തെ നിഷേധിക്കാൻ പറയുന്നില്ല. എന്നാൽ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും മുൻതൂക്കം കർത്താവിന് കൊടുക്കണം. കുടുംബത്തോട് ഒത്തിരി ഡ്യൂട്ടി ഉണ്ട് കേട്ടോ നമുക്ക്. ആ ഡ്യൂട്ടി എല്ലാം ചെയ്യണം, ഒരു കുറവ് വരുത്താൻ പാടില്ല. പക്ഷേ ഒരവസരം വരുമ്പോൾ കർത്താവിനും കർത്താവിന്റെ പ്രമാണങ്ങൾക്കും മുൻതൂക്കം കൊടുക്കണം. ഒരു കുടുംബത്തിലെ ഒരാള് ഞായറാഴ്ച രാവിലെ തെന്നി വീണു, കാലൊന്ന് കാണയിൽ വീണു, ഞാൻ യോഗത്തിന് പോവാ, യോഗം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറയുന്നത് കർത്താവ് പോലും സ്വീകരിക്കില്ല. അങ്ങനെ ചെയ്യാനല്ല പറയുന്നത്.
ഓ ലോർഡ്സ് ടേബിൾ അവിടെ ഉണ്ടല്ലോ, അത് മുടക്കിയിട്ട് ഞാൻ എങ്ങനെയാ നിന്നെ ആശുപത്രി കൊണ്ടുപോണേ? ഇതൊന്നുമല്ല ഇവിടെ പറയുന്നത്. അവിടെ പറയുന്നത് കുടുംബത്തോടുള്ള ഡ്യൂട്ടി കുടുംബത്തോട് ചെയ്തോ, അത് കൽപ്പനയാണ്. പക്ഷേ അവരെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കും. ഒരു തീരുമാനം എടുക്കേണ്ട സമയം വരുമ്പം എന്നെ ഓർക്കണം, മശിഹനെ ഓർക്കണം. ഞാൻ ഭരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിന്റെ രാജാവ് ഞാനാണെങ്കിൽ എന്നെ ഓർക്കണം. മൂന്നാമതായിട്ട്, ഇങ്ങനെ ഡിസൈപ്പിൾസ് ഒത്തിരി പേരുണ്ട് കേട്ടോ. നമ്മൾ മാത്രമല്ല, അവരെയും കൂടെ വെൽക്കം ചെയ്യണം, അവരെയും റെസ്പെക്ട് ചെയ്യണം, അവരെയും ഓണർ ചെയ്യണം. അപ്പൊ അതിനകത്ത് കുറെ കള്ള ഡിസൈപ്പിൾസ് കണ്ടാലോ, ആ തിരിച്ചറിവും നമുക്ക് വേണം. അതുകൊണ്ട് നമ്മളത് ആത്മീയരായി എങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉള്ളൂ. സോ ദിസ് ഈസ് ഗോഡ്സ് ഇൻസ്ട്രക്ഷൻ ഇൻ മാത്യു ചാപ്റ്റർ 10 ടു ഡിസൈപ്പിൾസ്. ഞാൻ നിങ്ങളെ പ്രസംഗിക്കാൻ വിടുകയാണ്, എന്നിട്ട് കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ പോയി പ്രസംഗിക്കുക. പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഒപ്പോസിഷൻ ഉണ്ടാവും. എനിക്ക് യു ഷുഡ് ബി മൈ വിറ്റ്നസ്, സാക്ഷ്യം വഹിക്കണം. നിങ്ങൾ എന്നെ സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ ഒപ്പോസിഷൻ ഉണ്ടാവും. പക്ഷെ പേടിക്കരുത്, പേടിക്കാതെ അനുസരിക്കണം. കുടുംബത്തെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ച് അനുസരിക്കണം. പിന്നെ എന്നെ അനുസരിക്കുന്ന താഴ്മയുള്ള കൊച്ചു കൊച്ചു മനുഷ്യരുണ്ട് കേട്ടോ. വലിയ ഫേമസ് ഒന്നുമല്ല, വലിയ കഴിവൊന്നുമില്ല. അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ ആത്മീയരാകരുത്, ഞാൻ സമ്മതിക്കൂല. കർത്താവ് ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു. ആത്മീയതയൊക്കെ നല്ലതാണ്, കുടുംബമഹിമയും ജോലിയും ഇംഗ്ലീഷ് അറിയാം ജപ്പാനീസ് അറിയാം എന്ന യോഗ്യതയൊക്കെ നോക്കിയൊന്നും നിങ്ങൾ ആൾക്കാരെ ബഹുമാനിക്കരുത്. എന്നെ അനുസരിക്കുന്ന കൊച്ചു കൊച്ചു ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എല്ലാവരെയും ബഹുമാനിച്ച് പഠിക്കണം. ഇങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്തിട്ടാണ് ഡിസൈപ്പിൾസിനോട് പ്രസംഗിക്കാൻ പറയുന്നത്. അതിന്റെ ഉദ്ദേശം ഇവരിത് വിശ്വസിക്കുകയും ഈ കാര്യം മറ്റുള്ളവരോട് പറയുകയും വേണം. സോ ടു ബി എ ട്രൂ ഡിസൈപ്പിൾസ് യു ഹാവ് ടു ബി എ വിറ്റ്നസ്. ഫേസ് ദി ഒപ്പോസിഷൻ വിത്തൗട്ട് വറി. ഒബേ ഗോഡ് വിത്തൗട്ട് ഫിയർ. ലവ് ഗോഡ് മോർ ദാൻ യുവർ ഫാമിലി ആൻഡ് ഓണർ അതർ ഡിസൈപ്പിൾസ്. ഇങ്ങനെ ഒരു രീതിയിലാണ് കർത്താവ് ഡിസൈപ്പിൾസിനെ എൻകറേജ് ചെയ്യുന്നത്, അവർ ബെറ്റർ ആകാൻ വേണ്ടി. അപ്പം ഇങ്ങനെയാണ് ആ ചാപ്റ്റർ അവിടെ എൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വി റിയലൈസ് ദിസ് സെർമൺ. അടുത്ത ആഴ്ച നമുക്ക് ചാപ്റ്റർ 13 ഒരു അല്പം കൂടെ ഇതിൽ സംസാരിക്കാം. പക്ഷെ അതിന് ഇൻട്രൊഡക്ഷൻ തന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. നമ്മുടെ മുമ്പിൽ 10 മിനിറ്റ് ഉണ്ട്. ബട്ട് സോ നമ്മൾ അധികം തെറ്റിപ്പോകാതെ, അധികം സ്റ്റാർട്ട് ചെയ്താൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല 5 മിനിറ്റ് കൊണ്ട്. സോ മാത്യു ചാപ്റ്റർ 13 ഇൻട്രൊഡക്ഷൻ ആണ് ഈ സ്ലൈഡ്. അതിന് ഇത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പം 10-ാം അധ്യായത്തിൽ സ്വർഗരാജ്യം ഇന്നതാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയാണ്, നിങ്ങൾ പോയി പ്രസംഗിക്കുക. ഇന്നിന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോയി പ്രസംഗിക്കുക. അതിന്റെ ഉദ്ദേശം ഇത് വിശ്വസിക്കുക, ഇത് തന്നെ മറ്റുള്ളവരോടും പറയുക, സാക്ഷിയായി നിൽക്കുക. യു ബി എ ട്രൂ ഡിസൈപ്പിൾ. മാത്യു 13 വരുമ്പം 2 കാര്യം ആ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, കർത്താവ് എന്തിന് കഥ രൂപത്തിൽ പല കാര്യങ്ങൾ പറയുന്നത്? കർത്താവിന്റെ ഉദ്ദേശം എന്താ? ചില കാര്യങ്ങൾ മറയ്ക്കാനും ചില കാര്യങ്ങൾ തെളിവായിട്ട് പറയാനും വേണ്ടിയാണ്. 2, ഈ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം സ്വർഗരാജ്യം എന്ന് പറയുന്ന കർത്താവിന്റെ ആ ഭരണ സമ്പ്രദായത്തിന്റെ ചില വിശേഷണങ്ങൾ, ചില ഡീറ്റെയിൽസ്, ദൈവരാജ്യം ഇങ്ങനെയാണ് സ്വർഗരാജ്യം ഇങ്ങനെയാണ് എന്ന് പറയുന്ന കഥകളാണ് അതിനകത്ത്, ഉപമകളാണ് അതിനകത്തുള്ളത്. സോ വി വിൽ നോ മോർ അബൌട്ട് ഗോഡ്സ് കിങ്ഡം ഇൻ മാത്യു ചാപ്റ്റർ 13. അപ്പം ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ 5, 6, 7 കിങ്ഡം പ്രിൻസിപ്പിൾസ്, ഗോഡ്സ് കറക്ഷൻ, ഗോഡ്സ് ചോയ്സ്. 10-ാം അധ്യായം ഡിസൈപ്പിൾസിനെ ഇങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്ത് ഇത്രയും കാര്യം പറഞ്ഞു വിട്ടു. നിങ്ങൾ ഇത് വിശ്വസിക്കുക, ഇത് പറയുക, ബി എ ട്രൂ ഡിസൈപ്പിൾ, എന്നോട് കൂറുള്ളവരായിരിക്കുക. അത് കഴിഞ്ഞ് 13-ാം അധ്യായത്തിലെ പ്രസംഗത്തിൽ പറയുകയാണ്, എൻ്റെ രാജ്യം ഇങ്ങനെയൊക്കെയാ, അത് മനസ്സിലാക്കുക.
എൻ്റെ രാജ്യത്തിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയാ, അതും മനസ്സിലാക്കുക. എന്നിട്ട് അതിന് മധ്യേ ഈ തിരിച്ചറിവോടുകൂടെ നിങ്ങൾ എൻ്റെ രാജ്യത്ത് ജീവിക്കുക. ഈ കാര്യമാണ് 13-ാം അധ്യായത്തിലെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഓരോ ക്ലാസ്സിലും ഇതേ ഐഡിയാസ് ഇങ്ങനെ കംപ്രസ്സായി മുമ്പോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.